അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി സയ്യിദിന മുഹമ്മദ്. അമ്മാ ബഅദു. അപ്പോൾ ഇന്നലെ നമ്മൾ എത്തിയത് 20-ാം പേജിലാണല്ലോ അല്ലേ. 4.25 ഒരു ദീനാറിൻ്റെ വസ്ന് എന്ന് പല സ്ഥലങ്ങളിലുമുള്ള ദീനാറ് കിട്ടിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞത്. അതാണ് ഈ ഹാദൽ വസൻ ഉദ്ദേശിച്ചത്. യംബഗി ഇഅ്തിമാദു ഹാദൽ വസ്നി, ഈ വസനിനെ നമ്മൾ ഇഅ്തിമാദ് ചെയ്യണം. കാരണം ദീനാറ് എന്ന് ജാഹിലിയത്തിൽ ഉള്ളതും അതിൻ്റെ ശേഷമുള്ളതും ഒക്കെ ഒന്ന് തന്നെയാണ് ദീനാറ്. ലഅന്നൽ ഫുഖഹ ഖാലു ഇന്നൽ മിസ്ഖാല ലം യതഗയ്യർ ജാഹിലിയത്തൻ വലാ ഇസ്ലാമൻ. മാറ്റം വന്നിട്ടില്ല എന്ന് പറയുമ്പം ചെറിയൊരു കൂട്ടലുണ്ട്. കുറേ ഇങ്ങ് വരെയും മാറ്റം വന്നിട്ടില്ല, കുറേ ഇങ്ങോട്ട് എത്തിയപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ ചില ഭരണാധികാരികൾ നടത്തിയിട്ടുണ്ട്. നമ്മളെ പ്രമാണങ്ങളെല്ലാം സുബൂത്താവുകയും ഫുഖ്ഹ ഒക്കെ എഴുതുകയൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണത്. അത് നമുക്ക് ചർച്ചയെ ബാധിക്കില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത് വഇൻ ഇഹ്താജ ഖൗലുഹും ഇലാ മഹ്മിലിൻ കമാ സനഖിഫു അലൈഹി. അതിനൊരു മഹ്മൽ വേണം, അത് നമ്മൾ ശേഷം പറയും. ഇബ്നു ഹജർ തങ്ങളുടെ അയ്യാമു ശബാബിൽ അതിന് ഉസ്മാനികളുടെ കാലത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് വെയിറ്റ് എന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ചർച്ചയെ ബാധിക്കില്ല എന്നർത്ഥം. ഖാല ഇബ്നു റിഫഅത്ത് റഹിമഹുല്ലാഹ് ഫനഖൂലു അൽ മുത്തഫഖു അലൈഹി ബൈന അസ്ഹാബിനാ ഫിമാ വഖഫ്തു അലൈഹി മിൻ കലാമിഹിം അന്നൽ മിസ്ഖാല അൽ മുത്തഫഖു അലൈഹി ബൈന അസ്ഹാബിനാ അന്നൽ മിസ്ഖാല മിൻ ഹൈസു വുദിഅ ലം യഖ്തലിഫ് ഫി ജാഹിലിയത്തിൻ വലാ ഇസ്ലാം. അതുണ്ടായ കാലം മുതൽ ഇതുവരെ അതിനൊരു മാറ്റം വന്നിട്ടില്ല, ആ വെയിറ്റ് കൃത്യമാണ്. ഖാല ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വൽ മിസ്ഖാലു വലം യതഗയ്യർ ജാഹിലിയത്തൻ വലാ ഇസ്ലാമൻ സിൻതാനി വസബഊന ഹബ്ബത്ത ശഈർ. 72 ഹബ്ബത്തു ശഈറാണ്. മുതവസ്സിതതൻ ലം തുഖ്ശർ വഖുതിഅ മിൻ തർഫൈഹാ മാ ദഖ വതല. മധ്യ നിലയിലുള്ള ഹബ്ബത്തു ശഈർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. തൊലി കളയാത്ത, അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 തൊർഫുകളിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന നേരിയതായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് ഫ്രഷാക്കിയെടുത്ത ഹബ്ബത്തു ശഈർ. ഇതാണ് നമ്മളുടെ ഹബ്ബത്ത് ഷെയർ ഉദ്ദേശിക്കൽ. ഇങ്ങനത്തെ 72 എണ്ണത്തിൻ്റെ വെയിറ്റാണ് ഒരു മിസ്ഖാൽ. ഇങ്ങനത്തെ 72 ഒരു മിസ്ഖാൽ. വദ്ദിർഹം, അവിടെയും ഒരു മുഅ്തരിദ് അല്ല, വലിയ മിസ്ഖാൽ പറഞ്ഞപ്പോൾ ഒരു മുഅ്തരിദ് പറഞ്ഞല്ലോ. വലം യതഗയ്യർ ജാഹിലിയത്തൻ വലാ ഇസ്ലാം. എന്നാൽ ദിർഹം അങ്ങനെയല്ല. വദ്ദിർഹമു ഇഖ്തലഫ വസ്നുഹു ജാഹിലിയത്തൻ വ ഇസ്ലാമൻ. ദിർഹമിൻ്റെ വസ്ന് ജാഹിലിയത്തിൽ ഇസ്ലാമിലും മാറ്റമുണ്ട്. സുമ്മ ഇസ്തഖറ അലാ അന്നഹു സിത്തത്തു ദവാനിഖ. പിന്നീട് ഇസ്തിഖറാറായി ദിർഹമിൻ്റെ വസ്ന് അല അന്നഹു സിത്തത്തു ദവാനിഖ, 6 ദാനിഖുകളാണ് എന്നതിൻ്റെ മേൽ ഇസ്തിഖറാറായി. ചെറിയൊരു ദുരൂഹത ചിലപ്പോൾ നമ്മൾ നീക്കും. അപ്പോൾ ആദ്യകാലത്ത് ഇത് മഅറൂഫായിരുന്നില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മഅറൂഫത്തുൽ വസ്നാണെന്ന്. എതിരുണ്ടോ? എതിരില്ല. ആ ഇസ്തിഖറിൻ്റെ മേൽ നമ്മൾ പറയും സുമ്മ ഇസ്തഖറ അല അന്നഹു സിത്തത്തു ദവാനിഖ, 6 ദാനിഖാണെന്നുള്ളതിൻ്റെ ഇസ്തിഖറാറായി. വദ്ദാനിഖു എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ദിർഹം പിന്നെ 6 ദാനിഖാന്ന് മഅറൂഫായിട്ടോ. ഇപ്പോൾ തിരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തിരിയണമല്ലോ, തിരിയാനല്ലേ തോന്നുന്നത്. വദ്ദാനിഖു സമാനു ഹബ്ബാത്തിൻ വ ഹുംസാ ഹബ്ബത്തിൻ. ദാനിഖ് എന്ന് പറഞ്ഞാൽ 8 ഹബ്ബത്തും 1 ഹബ്ബത്തിൻ്റെ ഹുംസൈനിയുമാണ്. അങ്ങനെ പറയുമ്പം ഫദ്ദിർഹമു 50 ഹബ്ബത്തൻ വ ഹുംസാ ഹബ്ബത്താന്നായി. കാരണം 6 8 48ആണ്. ഒരു ദാനിഖ് 8ഉം ഹുംസാനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ 6 എണ്ണാണ് ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ. ദിർഹം എത്ര ഹബ്ബത്താന്ന് ചോദിച്ചാൽ പിന്നെ അത് ഗുണിച്ചാൽ മതി. 6 × 8 48. 6 ഹുംസാനി 12 ഹുംസുകൾ. 5 ഹുംസ് എന്ന് പറഞ്ഞാൽ 1 ഉറപ്പല്ലേ? അപ്പോൾ 5 ഹുംസും 5 ഹുംസും 10 തീർന്ന്. അത് 2 കിട്ടി അവിടെ. 48 2 50ആയി. പിന്നെ 2 കൂടി ബാക്കിയുണ്ട്, 12 ഹുംസ് ഉണ്ടല്ലോ അല്ലേ? അത് ഹുംസാനി എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും നമ്മൾ. 50 ഹബ്ബത്തൻ വ ഹുംസാനി, റെഡിയായി. ഇതിങ്ങനെയൊന്നും കിട്ടണ്ട. നമുക്ക് മിസ്ഖാൽ കിട്ടിയാൽ തന്നെ, മിസ്ഖാൽ 72 കിട്ടിയാൽ തന്നെ ദിർഹമിൻ്റെ ഹബ്ബത്ത് കിട്ടണ്ടേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ മിസ്ഖാലും പിന്നെ ദിർഹം തമ്മിലുള്ള ബന്ധം എന്താ? ഒരു ദിർഹമെന്ന് തന്നെ എത്ര മിസ്ഖാലാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബഅത്തു അശാരിൽ മിസ്ഖാലി. മിസ്ഖാലിൻ്റെ 7 ഉശ്റുകളാണ്. മിസ്ഖാൽ എത്ര ഹബ്ബത്താണ്? 72 ഹബ്ബത്താണ്. അതിൻ്റെ ഉശ്ർ എത്രയാണ്? 7.2 അല്ലേ? 7.2. 7 7.2 എത്രയാണ്? 7 7 49.
7.2 എന്ന് പറഞ്ഞാൽ 1.4, 2 പോയിന്റ് ഇപ്പറണം. 7.2കൾ 1.4 അപ്പോൾ 49ഉം 1.4ഉം 50.4. ഹുംസിന് നമ്മൾ 0.2 എന്നാണ് പറയുക, കാരണം 10ൽ 2 ഹുംസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 0.4 എന്ന് പറഞ്ഞാൽ ഹുംസാനിയാണ്. അതല്ലേ നമ്മൾ ഹംസൂന ഹബ്ബത്തൻ വ ഹുംസാനി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടും ഇത്. വൽ മിസ്കാലു ദിർഹമുൻ വ സലാസത്തു അസ്ബാഇ ദിർഹമിൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഒരു ദിർഹമും 3 സുബുഅ് ദിർഹമും, 3 ദിർഹമിൻ്റെ 3 സുബുഅുകളുമാണ്. ഫഉലിമ, ആ ബന്ധം അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നഹു മതാ സീദ അല ദിർഹമി, ഒരു ദിർഹമിനേക്കാൾ ഒരു സലാസത്തു അസ്ബാഉം കൂടി കൂട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സലാസത്തു അസ്ബാഇഹി ഇസാത്താക്കപ്പെട്ടാൽ കാന മിസ്കാലൻ, ഉറപ്പല്ലേ. അപ്പോൾ മതാ നഖസ മിനൽ മിസ്കാലി, അതുപോലെ തന്നെ ഇനി കുറച്ച് പറയുകയാണെങ്കിൽ മിസ്കാലിൽ നിന്ന് ദിർഹമിൻ്റെ കൂടെ ഒരു സലാസത്തു അസ്ബാഇൽ ദിർഹമും കൂടി കൂട്ടിയാൽ മിസ്കാലായി. മിസ്കാലിൽ നിന്ന് സലാസത്തു ആശാരിഹി കുറച്ചാൽ 7 ഉഷ്റാവും അല്ലേ, 3 ഉഷ്റം കുറച്ചാൽ കാന ദിർഹമാകും. അപ്പം മനസ്സിലായി. ഫകുല്ലു അശറത്തി ദറാഹിമ സബഅത്തു മസാഖീൽ. അപ്പം 10 അശറത്ത് ദറാഹിം എന്താണ്? 7 മിസ്കാലുകളാണ്. വകുല്ലു അശറത്തി മസാഖീല, 10 മിസ്കാലുകളൊക്കെ എത്രയായിരിക്കും? 14 ദിർഹമൻ വ സുബാനി, 14 ദിർഹമും 2 സുബുകളും ആയിരിക്കും. കാരണം ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ദിർഹമുൻ വ സലാസത്തു അസ്ബാഇ ദിർഹം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം 10 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 10 ദിർഹം ഏതായാലും ഉണ്ടാവും. കാരണം ഒരു മിസ്കാൽ ഒരു ദിർഹം പ്ലസ് സലാസത്തു അസ്ബാഇ ദിർഹം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 10 ദിർഹം 10 മിസ്കാൽ സമം 10 ദിർഹം പ്ലസ് 10 × 3 30 സുബുഅ്. 3 സുബുഅ് അല്ലേ, ഒരു ദിർഹമും 3 സുബുഉം ആണ്, 3 സുബുഅ് ദിർഹമും ആണ് ഒരു മിസ്കാൽ. അപ്പോൾ 10 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 10 ദിർഹം പ്ലസ് 10 × 3 അല്ലേ, 3 സുബുഅ് അല്ലേ, 30 സുബുഅ്. അപ്പോൾ 10 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 10 ദിർഹമും 30 സുബുഅ് ദിർഹമും. 30 സുബുഅ് ദിർഹം എന്ന് പറഞ്ഞാൽ 7 സുബുഅുകൾ ഒന്നല്ലേ. അപ്പോൾ അതിലെത്ര 7 ഉണ്ട്? 4 7 28 ഉണ്ട് അല്ലേ. ആ 10ൻ്റെ കൂടെ കൂട്ടിക്കോളി, 14 ഫുള്ളായി. 28 പിടിച്ചാൽ 4 7 സുബുകൾ കിട്ടിയല്ലോ, 4 28 അല്ലേ. അപ്പോൾ 14 ദിർഹമായി. 10 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 10 ദിർഹം അവിടെ വെച്ചിരുന്നു, ഒരു 4 കൂടി കിട്ടി, 14 ദിർഹമായി. ഇനി ഇത്ര ബാക്കിയുണ്ട്? 28 കഴിച്ചിട്ട് 30 2 ബാക്കിയുണ്ട്, 2 സുബു ബാക്കിയുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞാളാം. അതാണ് പറഞ്ഞത് 14 ദിർഹമൻ വ സുബാനി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സുമ്മസ്തഖറ അലാ അന്നഹു 6 ദവാനിഖാൻ, പിന്നെ ഇസ്തിഖറാറായി അത് 3 ദാനിഖാണ് എന്നുള്ളത്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞുകൂടാന്നോ? അങ്ങനല്ല എൻ്റെ അർത്ഥം. ഖാലശർവാനി ഖൗലുഹു സുമ്മസ്തഖറ, ഇബ്നു ഹജർ തങ്ങൾ സുമ്മസ്തഖറ എന്ന് പറഞ്ഞത് ഐ സുമ്മ ഗുരിബത അലാ ഹാദൽ വസ്നി ഫീ സമനി ഉമർ ഔ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. ഒന്നുകിൽ ഉമർ, അത് ഖിലാഫുള്ള ഒരു വിഷയമാണ്, ഫസ്റ്റ് ആരത് അടിച്ചതെന്നുള്ളത് ആ വസനിൽ, അത് ഉമറുൽ ഖത്താബ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു ആണ്. ചിലർ അല്ല, ഉമവി ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാനിൻ്റെ കാലത്ത് അടി ഫസ്റ്റ് നടക്കുന്നത് വേറെ കൂട്ടർ. വാജിമ അലൈഹിൽ മുസ്ലിമൂന, ആ ഫസ്റ്റ് അടി അങ്ങനെ നടന്നു, അതിൻ്റെ ശേഷമാണ് പിന്നെ അതിൻ്റെ വലിയ ജിമ്മ, പിന്നെ അങ്ങനെ തന്നെ അടിക്കാൻ തുടങ്ങി എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ദിർഹം എന്നതിൻ്റെ വസ്ന് ഇപ്പം നമ്മൾ പറഞ്ഞത് 50.4 അഥവാ 50 ദിർഹം 50 ഹബ്ബത്ത് വഹുംസ ഹബ്ബത്ത് എന്ന് പറഞ്ഞ വിവരം അവർക്ക് വസ്ന് എത്രയായിരുന്നു എന്നുള്ള വിവരം അറിഞ്ഞുകൂടാന്നല്ല. പിന്നെയോ ഈ വസ്നിൻ്റെ ഇസ്തിഖറാറായി എന്ന് പറഞ്ഞാൽ ആ വസ്ന് വെച്ചിട്ടുള്ള നാണയമടി പുതിയത് തുടങ്ങി എന്നാണ്. അതാണ് നമ്മൾ പറയാൻ കാരണം. വലായനി ഹാദൽ കലാമു, നമ്മളൊരു വിശദീകരണോ അന്നന്നാസ ഫീ സദ്രിൽ ഇസ്ലാമി മാകാനു യഅരിഫൂന വസ്ന ദറാഹിമി, അവർക്ക് വസ്നു ദറാഹിമിൻ്റെ വസ്ന് അവർക്ക് അറിയുമായിരുന്നില്ല എന്നീ സംസാരം ഉദ്ദേശിക്കുന്നത്. ഈ ഇതുകൊണ്ട് മനസ്സിലാക്കിക്കൂടാ. അല്ലത്തി ഉമിറു, എങ്ങനത്തെ ദറാഹിമ്? ഉമിറു ബി ഇഖ്റാജിഹ ഫി സക്കാത്തി വഗൈരിഹ, സക്കാത്തിലും അല്ലാത്തപ്പോഴൊക്കെ ദിർഹം ഇത്ര കൊടുക്കണം എന്നെല്ലാം പറയുമ്പോൾ ദിർഹം എന്താണെന്ന് എനിക്കറിയാതെ ഇത്ര ദിർഹം വെള്ളി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതറിയാതെ പിന്നെ തക്ലീഫും ബിമലായുഅലം എന്ന് പറയുന്നത് ശരിയല്ല. ലഅന്ന കലാമ ശർവാനി വഗൈരിഹി ഫി ദർബി നഖദിൻ ജദീദിൻ ബിൽ വസ്നിൽ മഅറൂഫി ഇൻദഹും മിൻ ഖബ്ലു ബിസ്മി ദിർഹം, ദിർഹം എന്ന പേരുള്ള വസ്നിൻ്റെ
കണക്ക് വെച്ചിട്ടുള്ള പുതിയ നാണയമടിയെക്കുറിച്ചാണ് അവരുടെ സംസാരം. ഫലൈസ ഹുനാക തക്ലീഫും ബിമജ്ഹൂലില്ല വന്ദിലാറുൽ ഫഹ്മിൽ മുറാദി. ശറയിൽ വന്നൊരു മുറാദ് മനസ്സിലാക്കാൻ ഉമറുൽ ഖത്താബ് തങ്ങളുടെയോ അബ്ദുൽ മലിക്കിൻ്റെ കാലം വരെയോ കാത്തു നിന്നൊന്നും മനസ്സിലാക്കണ്ട. നമ്മൾ ഉസൂൽ ഫിഖിനെതിരൊന്നുമില്ല പറഞ്ഞത്, അപ്പോൾ ഒട്ടാകെ തകരാറാകുന്നൊന്നും വിചാരിക്കണ്ട. ഖാലൽ ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് وقال القاضي عياض رحمه الله تعالى لا يصح أن تكون الأوقية والدراهم مجهولة في زمن رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഊഖിയും ദിർഹമും മജ്ഹൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. എത്തരത്തിൽ വഹുവ യൂജിബു സക്കാത്ത ഫി അദാദിൻ മിൻഹ, നിശ്ചിത എണ്ണം ദിർഹമിൽ സക്കാത്ത് നിർബന്ധം തങ്ങൾ പറയുക. ദിർഹം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതെങ്ങനെ ശരിയാകുക? അത് ശരിയാവില്ലല്ലോ. നിക്കാഹ് നടത്തുന്ന കച്ചവടങ്ങൾ നടത്തി ഇത്ര ദിർഹമിന് ഇത് വിൽക്കുക എന്ന് പറയാം, ഇത്ര ദിർഹമിന് എൻ്റെ മോളെ കെട്ടിച്ച് നിക്കാഹ് ചെയ്തെന്നൊന്നും അറിയാം. ഇതൊന്നും ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ ഇതെല്ലാം ശരിയാകുക? കമാസബത്ത ഫിൽ ഹദീസ് സ്വഹീഹത്തിൽ ഇതൊക്കെ വന്നിട്ടില്ലേ? പിന്നെ ഈ ഹദീസിൻ്റെ സ്വഹീഹായ ഹദീസുകളിലൊക്കെ ഈ അദാദുൻ മഅദൂദയിൽ പലതും നിർബന്ധമാക്കലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഖാല വഹാദാ യുബയ്യിനു, മുബര് പറഞ്ഞു, ഖാദി ഇയാദ് പറയാണ്, വഹാദാ യുബയ്യിനു അന്ന ഖൗല മൻ സഅമ, ചിലർ പറഞ്ഞിട്ടുണ്ട്, അന്നദ്ദറാഹിമ ലം തകുൻ മഅലൂമത്തൻ ഇല്ലാ സമനി അബ്ദുൽ മലിക് ബിൻ മർവാൻ, അത് മാലൂമായിരുന്നില്ല, ദിർഹം മാലൂമായിരുന്നില്ല എന്ന് ചിലർ പറഞ്ഞത്. വന്നഹു ജമഅഹ, അബ്ദുൽ മലിക് അതിനെ ജമഅ ചെയ്തു ബിറഈൽ ഉലമാഇ, ഉലമായിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കോലത്തിലൂടെ നാണയം അടിക്കണം നൂല് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് എന്ന് ചിലർ പറഞ്ഞത്. എന്നിട്ടും അതിൻ്റെ ബാക്കി കലാമ് തീർന്നിട്ടില്ല. വജഅല കുല്ല അശറത്തിൻ വസ്ന സബഅത്തി മസാഖിൽ, അങ്ങനെ ഒരു ക്ലിപ്തമുണ്ടാക്കി 10 ദിർഹം എന്ന് പറഞ്ഞാൽ 7 മിസ്കാലിൻ്റെ രൂപത്തിലായിക്കോട്ടെ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തം അങ്ങനെ ആക്കി എന്നതും. എന്നിട്ടോ വസ്നു ദിർഹം സിത്തത്തു ദവാനിഖ, എത്തരത്തിൽ ദിർഹമിൻ്റെ വസ്നു എന്ന് പറഞ്ഞാൽ 6 ദാനിഖുകളാണ് എന്ന് പറഞ്ഞതുമൊക്കെ ഖൗലും ബാത്തിലും. മൂപ്പരകാലത്ത് മൂപ്പരിങ്ങനൊക്കെ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞ കുഴപ്പത്തില്ല, മൂപ്പരാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞൊരു ഖൗലുണ്ട് ചിലർക്ക്. അങ്ങനെ നമ്മളീ പറഞ്ഞ സംഗതി അതിങ്ങനെ 6 ദാനിഖാന്ന് വെച്ചു. അങ്ങനത്തെ ഒരു 6 ദാനിഖുകളാണ് എന്തിനു വേണ്ടത്, ഒരു ദിർഹമിന് വേണ്ടത്. അങ്ങനത്തെ പിന്നെ 10 ഉണ്ടായാൽ അത് പിന്നെ 7 ദീനാറിൻ്റെ വസനിലായിട്ടുള്ള രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അബ്ദുൽ മലിക്കിനോട് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയാണ് എന്നൊരു പോലും ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ഖൗലും ബാത്തിലാണ്, അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം നേരത്തെ ഉള്ള തന്നെയാണ്. വൈനമാന മാനുക്കുല മിന്ദാലിക്ക, ഇത് സംബന്ധിച്ച് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ വെക്കണം എന്ന് ഇബ്നു ഖാദി ഇയാദ് പറയുന്നത്. അന്നഹു ലം യകുൻ മിൻഹാ ശൈഉൻ മിൻ ദർബിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ദർബായിക്കൊണ്ട് ഒരു ദിർഹം മുമ്പുണ്ടായിട്ടില്ല. വഅലാ സിഫത്തില്ലാ തഖ്തലിഫ്, മുഖ്തലിഫത്ത് അല്ലാത്ത രൂപത്തിൽ ഒരു ദിർഹം ഉണ്ടായിട്ടില്ല. ബൽ കാനത്ത് മജ്മൂആത്തിൻ മിൻ ദർബി ഫാരിസ് വറൂം, ഫാരിസ് റൂമിൻ്റെ ദർബ ഉണ്ടായിരുന്നത്, അങ്ങനെ ഒരു ശേഖരം. സിഗാറും വക്കിബാൻ, കുറേ വലുത് കുറേ ചെറിയത്, വഖിതാഫില്ല കുറേ വെള്ളി കഷ്ണങ്ങൾ, ഗൈറ മദ്റൂബായിട്ടുള്ളത്, ഗൈറ മദ്റൂബത്തിൻ വല മങ്കൂശത്തിൻ, മദ്റൂബത്തും അല്ല മങ്കൂശത്തും അല്ല, യമനിയത്തൻ വ മഗ്രിബിയത്തൻ ആയിക്കൊണ്ട് ഇങ്ങനെ പല രൂപത്തിലുമാണതുള്ളത്. ഫറഔ സർഫഹ ഇലാ ദർബിൽ ഇസ്ലാമി വനഖശിഹി, ഇങ്ങനെ പലമാതിരി രൂപത്തിലുള്ള വെള്ളി കഷ്ണങ്ങളായിട്ടും ദീനാറായിട്ടും വലുതും ചെറുതുമായിട്ടും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം അവരുദ്ദേശിച്ചു, ഒരു അഭിപ്രായപ്പെട്ടു, സർഫഹ ഇലാ ദർബിൽ ഇസ്ലാമി വനഖശിഹി, ഒരു ഇസ്ലാമിൻ്റെ ലർബും അതിൻ്റെ മുദ്രണമായിട്ട് വരണം. അപ്പോൾ തസ്വീറഹ വസ്നം വാഹിദൻ ലാ യഖ്തലിഫ്, മുഖ്തലിഫല്ലാത്ത ഒരു ഏകീകരിച്ചൊരു വസനിൽ വരണം. അപ്പോൾ അഹ്യാനൻ ഇസ്തഗ്നാ ഫീഹാ അനിൽ മവാസീൻ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അഹ്യാനൻ ഇസ്തഗ്നാ ഫീഹാ അനിൽ മവാസീൻ, ആവശ്യത്തിൻ്റെ തൂക്കെല്ലാം ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായിട്ടും താഞ്ഞൊന്നും പോകാത്ത, അതിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലൊക്കെ പോയി കുറേ കാലമൊക്കെ പിന്നെയും താഞ്ഞെല്ലാം പോയി തീരുവെല്ലാം ചെയ്യും. അല്ലാത്ത അവസരത്തിൽ ഇത്ര വെള്ളിക്ക് ഇന്നത് വിറ്റു എന്നെല്ലാം പറയാം, പീസായിട്ട് 10 ദീനാറ് കീശന്ന് എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, ആ വസന റെഡി ആയിരിക്കും. കുറേ കാലം കഴിയുമ്പോഴേ തേയ്മാനമൊക്കെ വരുള്ളൂ. അപ്പോൾ മീസാനെ തൊട്ട് ഇസ്തഗ്നാ ഉണ്ടാവും. ഫജമഉ അക്ബറഹ, അപ്പോൾ അവർ അക്ബറിനെയും അസ്ഗറിനെയും ജം ചെയ്തു. ഇങ്ങനൊരു തീരുമാനം അവരെടുത്തപ്പോൾ, മാർക്കറ്റിൽ പല രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്ബറും അസ്ഗറും ജം ചെയ്തു. എന്നിട്ട് ലറബൂഹു അലാ വസ്നിഹിം, എന്നിട്ട് ഇവരെ വസനിൽ ഒരു മഅറൂഫായ മുതഖയ്യലായ വിലടുക്കലൊരു വസൻ ഉണ്ടല്ലോ, ദിർഹം തന്നെ എത്രയാണ്, ആ വസന് വെച്ചൊരു ദിർഹം പ്രൊഡ്യൂസ് ചെയ്തു. ഖാലൽ ഖാദി, ഇതാണ് സംഭവം നടന്നിരിക്കുന്നത്. വലാശക്ക അന്നദ്ദറാഹിമ കാനത്ത് ഹിനൈദ് മഅലൂമത്തൻ, ദിർഹം എന്ന് പറഞ്ഞാൽ അത് മഅലൂമാകണം എന്ന് ഉറപ്പല്ലേ. വഇല്ലാ ഫകൈഫ കാനത്ത് തുഅല്ലഖു ബിഹാ ഹുഖൂഖുല്ലാഹി തആല, എങ്ങനെയാണ് അള്ളാഹിൻ്റെ ഹുഖൂഖ് ബന്ധിപ്പിക്കപ്പെടുക, ഫി സക്കാത്തിലും ഗൈറിലും ഹുഖൂഖുൽ ഇബാദിലും ഒക്കെ. വഹാദാ കമാ കാനത്തിൽ ഊഖിയത്തു മഅലൂമത്തൻ 40 ദിർഹമൻ, ഇതേതുപോലെയാണ്
ഊക്കിയ എന്ന പേരിലൊരു വസനുണ്ട്. അതിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ആക്കി വെച്ചിക്കൊന്നുണ്ടാവില്ല. ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹം എന്നതിൻ്റെ അർത്ഥം. അതുപോലെയാണ് ഇതും. ദിർഹം എന്ന് പറഞ്ഞാൽ 50.4 ഹബ്ബത്ത് ഷഈർ എന്നാണ്. ഇങ്ങനൊരു സംഗതി നേരത്തെ മഅറൂഫാണ്. വഇല്ല ഫകൈഫ കാൻ, അതെ, ഹാദാ കലാമുൽ ഖാദി, ഇത് ഖാദിൻ്റെ കലാമാണ്. ഇത് എഴുതുന്ന വായിക്കുന്ന നമ്മൾ ഇമാമുൻ നവവിൻ്റെ ലാസ്റ്റ് 17 മജ്മൂ എന്ന ശറഉൽ മുഹദ്ദബ് എന്ന വായിക്കുന്ന. وقال الرافعي وغيره من أصحابنا أجمع أهل العصر الأول على التقدير بهذا الوزن. ഈ വസനിൻ്റെ മേലിൽ ഇജ്മാ ഉണ്ട്. ബഹുവ ഏത് ഈ വസന്? അന്നദ്ദിർഹമ സിത്തത്തു ദവാനീഖ്, ദിർഹം എന്ന് പറഞ്ഞാൽ 6 ദാനിഖ. കുല്ലു അശറത്ത്, അങ്ങനത്തെ 6 ദാനിഖ് കൊണ്ടുണ്ടാക്കുന്ന ദിർഹം 10 എടുത്താൽ അത് 7 മിസ്കാലായിട്ടാണ് വരേണ്ടത്. വലം യതഗയ്യറിൽ മിസ്കാലു ഫിൽ ജാഹിലിയ്യത്തി വലൽ ഇസ്ലാം. ഈ മിസ്കാലിൻ്റെ ജാഹിലിയത്തിൽ ഇസ്ലാമിലും മാറ്റം വന്നിട്ടില്ല. ഹാദാ മാ ദക്കറഹുൽ ഉലമാഉ ഫി ദാലിക. ഇമാം നവവി തുടരുന്നു, വസ്വഹീഹുൽ ലദീ യതഅയ്യനു ഇഅ്തിമാദുഹു. ഇഅ്തിമാദ് നിർണയമാണ്. ഇമാം നവവിൻ്റെ വർത്താനാണ്. വസ്വഹീഹുൽ ലദീ യതഅയ്യനു ഇഅ്തിമാദുഹു, അതേ പറയാൻ കഴിയുള്ളൂ. അന്ന ദറാഹിമൽ മുത്ലഖത ഫീ സമനി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ കാലത്ത് മുത്ലഖാക്കപ്പെടുന്ന ദറാഹിം എന്ന് മുത്ലഖം പറഞ്ഞാൽ കാനത്ത് മഅലൂമത്തുൽ വസ്നി മഅറൂഫത്തുൽ മിഖ്ദാർ വഹിയ സാബിഖത്തു ഇലൽ അഫ്ഹാം ഇൻദൽ ഇത്ലാഖ് വബിഹാ ലബന ദിർഹം ഫുലാൻ ദിർഹമുൽ തബരി ദിർഹമുൽ ബഗ്ലി, അല്ലെങ്കിൽ എന്തെങ്കിലും ചേർത്തി പറയണം. അല്ലെങ്കിൽ ദിർഹം തന്നെ മഅറൂഫാണ്, കാരണം എല്ലാവർക്കും അറിയാം അത് ബക്കളം, അത് മുതഅയ്യനാണ്, അങ്ങനെ വെച്ചോളണം. വബിഹാ തതഅല്ലഖു സക്കാത്തു, അതിനോടാണ് ദിർഹമിൽ ഇത്ര 200 ദിർഹം ഉണ്ടെങ്കിൽ സക്കാത്തൊക്കെ പറഞ്ഞാൽ അതാണ് സംഗതി. വബിഹാ തതഅല്ലഖു സക്കാത്തു വഗൈറുഹാ മിനൽ ഹുഖൂഖി വൽ മഖാദീരി ശർഇയ്യ വലാ യംനഉ മിൻ ഹാദാ കൗനുഹു. ഇങ്ങനെ പറഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ പറയുന്നതിന് മാനിയല്ല. കൗനുഹു കാനഹുനാക ദറാഹിമു ഉഖ്റാ, അവിടെ വേറെ കുറച്ച് ദിർഹമുകളുണ്ട്, അഖല്ലു ഔ അക്സറു മിൻ ഹാദൽ ഖദർ ഉണ്ട് എന്നുള്ളത് എതിരൊന്നുമല്ല. ഫഇത്ലാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദറാഹിമ മഹ്മൂലുൻ അലൽ മഫ്ഹൂം ഇൻദൽ ഇത്ലാഖ്. ഇത്ലാഖിൻ്റെ അവസരത്തിൽ, മുത്ലഖം പറയുന്ന അവസരത്തിൽ മഫ്ഹൂമാകുന്നതിൻ്റെ മേലാണ് തങ്ങളുടെ ഇത്ലാഖ് ചുമത്തപ്പെടേണ്ടത്. അതെങ്ങനെയാ? വഹുവ കുല്ലു ദിർഹം, ഇതൽ ഇമാം നവവി ബർത്താന്നേ, നമ്മൾ ബർത്തല്ല. വഹുവ കുല്ലു ദിർഹമിൻ സിത്തത്തു ദവാനീഖ്, ഒരു ദിർഹം 6 ദാനിഖ് ഉണ്ടാകണം. കുല്ലു അശറത്തിൻ സബഅത്തു മസാഖിൽ, അങ്ങനത്തെ 10 ഉണ്ടായാൽ അതേ മിസ്കാലായി തീരണം. ഇതാണ് വാജിമ അഹ്ലുൽ അശ്റിൽ അവ്വൽ ഫമൻ ബഅദഹും ഇലാ യൗമിന അലാ ഹാദാ. ഇമാം നബിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞു ബിനുജറങ്ങളാലത്തെ മാറി, ബിനുജറങ്ങൾ 974 വഫാത്താകുന്ന ആളാണ്. ഇമാം നബി 676 വഫാത്താകുന്ന ആളാണ്. പൂർവ്വകാലത്തൊന്നും വലം യതഗയ്യർ എന്നുള്ളത് വലം യതഗയ്യറും തന്നെയാണ്. വലാ യജൂസു അൻ യുജ്മിഉ അലാ ഖിലാഫി മാ കാന ഫീ സമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖുലഫാഇഹിർ റാഷിദീൻ വല്ലാഹു തആല അലം. അവർ റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ളതിൻ്റെ എതിരിൻ്റെ മേലിൽ, ഖുലഫാഉർ റാഷിദിൻ്റെ കാലത്തുള്ളതിൻ്റെ മേൽ എതിരിൻ്റെ മേലിൽ അവർ ഇജ്മാ ആകൽ എന്തല്ല ശരിയാവില്ല. അപ്പോൾ ഈ രൂപത്തിൽ അവർ ഇജ്മാ ആയിട്ടുണ്ട് എങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഖിലാഫായ ഒരു സംഗതി പോലും ഇജ്മാ ആവില്ല. അപ്പോൾ 10 ദിർഹം എന്ന് പറഞ്ഞാൽ ഈ മിസ്ഖാൽ തന്നെയാണ്. വഖദ് കതബ ഇബ്നു ഖൽദൂൻ ഫി ഹാദാ വവളഹൽ ഹഖീഖ. ഈ ഇബ്നു ഖൽദൂൻ എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രകാരനല്ലേ. മൂപ്പരെന്താക്കിയിട്ടുണ്ട്? ഇത് എഴുതിയിട്ടുണ്ട്. വനസ്സു ഇബാറത്തിഹി, കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇബാറത്തിൻ്റെ നസ്സ് എന്താണ്? ഫഅലം, നീ അറിയുക, അന്നൽ ഇജ്മാഅ മുൻഅഖിദുൻ മുൻദു സദ്രിൽ ഇസ്ലാം വ അഹദി സ്വഹാബ. ഇജ്മാഅ മുൻഅഖിദാണ് സദറുൽ ഇസ്ലാം മുതൽ അഹദു സ്വഹാബ മുതൽ താബീഈൻ്റെ അഹദ് മുതൽ തന്നെ ഇജ്മാഅ മുൻഅഖിദാണ്. അന്ന ദിർഹം അശ്ശറഇയ്യ ഹുവല്ലദീ തസിനുൽ അശറത്തു മിൻഹു 7 മസാഖിൽ. ദിർഹം ശർഈ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ഇത് 10 ഉണ്ടായാൽ മിസ്കാൽ 7 കിട്ടണം മിനദ്ഹബിൽ നിന്ന്. ഇതാണ് ദിർഹം ശർഈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7 മസാഖില മിനദ്ഹബിൻ്റെ വസൻ എന്താണോ അതിനോടൊക്കണം ഇതിൻ്റെ 10. അങ്ങനത്തെ അതൊന്നാണ് ദിർഹം ശർഈ എന്ന് പറഞ്ഞാൽ എന്ന് പണ്ട് മുതൽ ഇന്ന് വരെ ഇജ്മാഅ്. വലൂഖിയത്തു മിൻഹു, ഊഖിയയാകുന്നത്
40 ദിർഹമൻ അല്ലേ? മനസ്സിലായില്ലേ? വൽ ഊഖിയ്യത്തു മിൻഹു 40 ദിർഹമൻ. എന്താണ് അതിൻ്റെ ഭാരതം അങ്ങോട്ടാ വധിക്കേണ്ടത്? അന്ന ദിർഹം ശർഇയ്യ ഹുവല്ലദീ തസിനുൽ അശറത്തു മിൻഹു അല്ലേ? അതെ, ദിർഹം ശർഇ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, അതിൽ നിന്നും 10 എടുത്താൽ 7 മിസ്കാൽ തൂങ്ങും. വൽ ഊഖിയ്യത്തു മിൻഹു, അതിൽ നിന്നും ഊഖിയ 40 ദിർഹം തൂങ്ങും. തസിനുൽ ഊഖിയ്യത്തു മിൻഹു 40 ദിർഹം. അങ്ങനത്തെ ദിർഹം ശർഇ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്നും ഒരു ഊഖിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് തൂങ്ങും? 40 ദിർഹമായിരിക്കും. വഹുവ, അപ്പോൾ 40 ദിർഹമാണ് ഊഖിയ. വഹുവ അല ഹാദ സബഅത്തു അശാരി ദീനാരി. അങ്ങനെ പറയുമ്പോൾ അതെന്താണ്? പിന്നെ ഒരു ദീനാറിൻ്റെ 7 ഉശ്റുകളായിരിക്കും ആയിരിക്കുമല്ലോ. വസനുൽ മിസ്കാലി മിന ദഹബി, മിസ്കാലിൻ്റെ വസനത്തിലാന്ന് ചോദിച്ചാൽ ഹബ്ബത്തു ഷൈറുകൾ 72 ഹബ്ബത്തം മിന ഷൈറാണ്. ഫദ്ദിർഹമുല്ലദീ ഹുവ സബഅത്തു അശാരിഹി, അപ്പോൾ അതിൻ്റെ സബഅത്തു അശാറാകുന്ന ദിർഹം എത്ര വേണോ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, 7.2 ഇത്രയും നോക്കിയാൽ മതിയല്ലോ. അത് 50 ഹബ്ബത്തൻ വ 5 ഹബ്ബത്തിൻ. അതെ, 50 ഹബ്ബത്തും 1 ഹബ്ബത്തിൻ്റെ 2 ഖുംസുകളും ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇന്നിപ്പോൾ എത്ര മതിയാണല്ലോ? 1 2 3 4. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.